ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. PS5 ഒരു കംപ്ലീറ്റ് ബൈയിങ് ഗൈഡ് എന്ന തരത്തിൽ ഞാനൊരു വീഡിയോ റീസെന്റ് ആയിട്ട് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക. അതിൽ മെജോറിറ്റിയും വന്ന കോമൺ ഡൗട്ട്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലാരിഫിക്കേഷനിൽ നിന്ന് തുടങ്ങാം. ഞാൻ ആ വീഡിയോയിൽ PS5 ഡിജിറ്റലിനെ കുറച്ചും കൂടെ കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതൊരു ബൈയിങ് ഗൈഡ് ആണ്. അതൊരു ബിഗിനറിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഓൾറെഡി PS5 ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എങ്ങനെയെങ്കിലും കുറച്ച് ഉള്ള പൈസകളൊക്കെ കൂട്ടി വെച്ച് ഈ പറയുന്ന ഒരു കൺസോൾ ഗെയിമിങ്ങിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാടധികം പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഞാനും അങ്ങനെ വന്ന ഒരാളാണ്. സോ ഞാൻ അന്ന് ചിന്തിച്ച വഴിയിലൂടെ ഞാനത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. പണ്ടുള്ളവരെ സംബന്ധിച്ചിട്ട് ധൈര്യമായിട്ട് പോയി ഡിസ്ക് എടുത്തോ. അതിൽ ഡിസ്കും സപ്പോർട്ടാവും, ഡിജിറ്റലും സപ്പോർട്ടാവും. നിങ്ങൾ ഒന്നിനെ പറ്റിയും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ ഡിജിറ്റൽ ആയിരിക്കും ബെറ്റർ എന്നേ ഞാൻ ഇപ്പോഴും പറയത്തുള്ളൂ. ഞാനൊരു 3-4 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഒരു 10,000-5,000 കൂടെ ഇട്ടിട്ട് ഡിസ്ക് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. കാരണം 2020 ഇറങ്ങിയ PS5 മോഡലുകളിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്ക് എന്ന് പറയുന്ന സാധനം കൺവെർട്ടബിൾ അല്ല. വൺസ് ഡിജിറ്റൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. 856 GB അത് വരുന്നത്. ചൂസ് ചെയ്തതാണ്, കാരണം ഫിക്സഡ് ആണ്. പക്ഷേ 2023 ഇപ്പുറം ഇറങ്ങുന്ന PS5 ന്യൂവർ മോഡലാണ്. 1 TB വേരിയന്റിൽ വരുന്ന ന്യൂവർ മോഡലാണ്, സ്ലിം വെർഷൻ. അതിൽ നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്ക് ഡ്രൈവ് മേടിച്ച് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവരെ സംബന്ധിച്ച് ധൈര്യമായിട്ട് ഡിസ്ക് എടുത്തോ. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഫസ്റ്റിൽ ഇതൊന്ന് കൈക്കലാക്കണം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇപ്പൊ നമുക്ക് ഈ ഡിജിറ്റൽ വാങ്ങാം. പിന്നീട് നമുക്ക് ഫണ്ട് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഒരു CD ഡ്രൈവ് മേടിച്ചിടാം. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ഈ സാധനം എങ്ങും കിട്ടാനില്ല. ഇന്ത്യയിൽ നല്ല UK, US ലോകത്തെമ്പാടും ഇത് കിട്ടാനില്ല. സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എല്ലായിടത്തും. കാരണം ഈ പറഞ്ഞ RAM, SSD ഒക്കെ വില കൂടുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന കൺസോളിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോത്തിനും ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു വലിയ ടൈറ്റിൽ ഗെയിം ഈ വർഷം വരാനിരിക്കുകയാണ്. അതിന്റെ ഹൈപ്പ് വേറെ. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും സാധനം അവൈലബിൾ ആയ ആൾക്കാർക്ക് കിട്ടുന്ന പൈസയ്ക്ക് മേടിക്കാൻ നിൽക്കുക. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഒരിടത്തും സ്റ്റോക്ക് ഇല്ലാത്തത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കൺസോളിനാണ് വില കൂടുന്നത്, അല്ലാതെ ഈ പറയുന്ന ഡിസ്ക് ഡ്രൈവിനല്ല വില കൂടുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിന് എങ്ങനെയെങ്കിലും സാധനം കൈക്കലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഡിസ്ക് ഡ്രൈവിനല്ല ഇവിടെ ഡേ ബൈ ഡേ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം നിങ്ങൾക്ക് പിന്നും വാങ്ങാം. ഇതിന് പ്രൈസ് മാറാനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഇന്ത്യയിൽ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ കാണുന്ന ഈ 14,000 രൂപയുടെ ഡിസ്ക് ഡ്രൈവിന്റെ വിലയില്ലേ, അത് തേർഡ് പാർട്ടി ആൾക്കാരാണ് വിൽക്കുന്നത്. സോണി ഒഫീഷ്യലായിട്ട് വിൽക്കുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ടാണ് ആ റേറ്റ് അത്രയും കിടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്, അതായത് ഫണ്ട് എങ്ങനെയെങ്കിലും കൂട്ടി വെച്ച് ഇതിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് ഞാൻ ആ വീഡിയോയിൽ ഈ പറയുന്ന ഡിജിറ്റലിന് കുറച്ച് മുൻതൂക്കം കൊടുത്തിട്ട് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്തത്. കാരണം മെയിൻ ആയിട്ട് പറയുമ്പോൾ വിഷമമുണ്ട്. PS6 ഇറങ്ങാൻ 2 വർഷം ബാക്കി നിൽക്കുക. ഇന്നും ഈ PS5 എങ്കിലും ഒന്ന് സ്വന്തമാക്കണം, ഒരു GTA 5 പോലുള്ള ഒരു ഗെയിം കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടധികം പേരുണ്ട്. പിന്നെ വേറൊരു കാര്യം, PS+ സബ്സ്ക്രിപ്ഷന്റെ കേസ്. അത് എങ്ങനെയെങ്കിലും ഈ സാധനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. അതിന്റെ താഴെ ഇത് ഓരോന്ന് മേടിച്ച് വീട്ടിൽ വെച്ച് മാസം 500-800 ഇതിനൊക്കെ പേ ചെയ്ത് കളിക്കുന്നവന്മാരാണ് അതിന്റെ അടിയിൽ വന്ന് ഇത് വന്ന് കമന്റ് എടുത്തത്. നിങ്ങളൊക്കെ എന്തിനാണ് അതിന്റെ അടിയിൽ വന്ന് കമന്റ് എടുത്തത്? എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ അല്ല. ആ വീഡിയോ ഞെക്കി കയറുന്ന ഒരു ഭൂരിഭാഗവും എങ്ങനെയെങ്കിലും ഈ സാധനം ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഡൗട്ട്സും അതുപോലെ ഇത് വാങ്ങണോ വേണ്ടേന്നൊക്കെ ഇങ്ങനെയില്ല കയ്യാലപ്പുറത്ത് തേങ്ങ ഇരിക്കുന്ന ആടുന്ന അണക്കത്തെ ആൾക്കാരായിരിക്കും അത് വന്ന് കുത്തി കയറുന്നത്, കാണാൻ എന്താണ് പരിപാടി എന്നറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ ആദ്യമേ ഇത് സിമ്പിളായിട്ട് എങ്ങനെ ഇത് വലിയ ചടങ്ങുള്ള കേസല്ല എന്ന തരത്തിൽ ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ ഈ ആവശ്യമില്ലാത്ത വലിയ വലിയ ഭാവിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഇതിന്റെ മെമ്പർഷിപ്പ്, ഹ്യൂജ് പൈസകൾ, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആള് കൺഫ്യൂസ്ഡ് ആയി പോകും. ഇതിനൊക്കെ ഇത് ഇത്രയും വലിയ ചെലവാണോ എന്ന് വരെ ചിന്തിക്കുന്ന തരത്തിലോട്ട് മാറിപ്പോകും. അപ്പൊ ആദ്യം ഇത് എടുക്കട്ടെ. പിന്നെ ഇത് എടുക്കുന്നവർക്ക് ഇത് അറിയാമല്ലോ, ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വെൽത്ത് അനുസരിച്ച്, അവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ഞാൻ ആ ഒരു ലൈറ്റ് ആയിട്ട് അത് പറഞ്ഞു പോയതിന്റെ കേസ്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. PS+ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം സോണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ വീഡിയോയിൽ എസെൻഷ്യലിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. 1, 2, 3 ഗെയിമുകൾ മാത്രം സോണി തന്നു പോകുന്നു. മാസം 500 അതിന് വരുന്നത്. മറിച്ച് നിങ്ങളൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഈ പറയുന്ന ഡീലക്സ്, അതിന് ഈ പറയുന്ന കണക്ക് 800 അങ്ങനെയാണ് അതിന്റെ മാസം അടയ്ക്കേണ്ടത്. 400-500 പരം ഗെയിം കാറ്റലോഗുകൾ നിങ്ങൾക്ക് അൺലോക്ക് ആക്കി തരും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, കളിക്കാം. ഫണ്ടുള്ളവർക്ക് ഇത് എടുക്കാം. അത് ബേസിക് എടുത്തിട്ട് കാര്യമില്ല. എക്സ്ട്രാ അല്ലെങ്കിൽ ഡീലക്സ് കാറ്റഗറിയിലെ മെമ്പർഷിപ്പ് എടുക്കണം. പിന്നെ അതിലുള്ളതെന്ന് പറഞ്ഞാൽ 400-500 പരം ഗെയിമുകൾ. പക്ഷേ ഇതൊക്കെ ഒരിക്കലും ഹൈ എൻഡ് ടൈറ്റിൽസ് വരുന്ന ഗ്രാഫിക്സ് ഗെയിമുകൾ ആയിരിക്കത്തില്ല. അതിൽ ഈ പറഞ്ഞ കണക്ക് 5-6 ആയിരിക്കും ഒരു നല്ല ടൈറ്റിലുകളിൽ വരുന്ന ഗെയിമുകൾ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ പഴയ കൺസോൾ ഗെയിംസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ആ ലിസ്റ്റിൽ വരുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രീമിയം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ട്രയലുകളൊക്കെ ചിലപ്പോൾ കിട്ടും. അതായത് വലിയ വലിയ ഗെയിമുകൾ മേടിക്കാതെ തന്നെ ഫസ്റ്റ് ആയിട്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം
നോക്കാനുള്ള ഒരു അവസരമൊക്കെ സോണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ ഈ PS5 കൺസോളിലേക്ക് നമുക്ക് ഡയറക്റ്റ് സ്പീക്കർ കണക്ട് ചെയ്യാനാകുമെന്ന്. ഒരിക്കലും ഇല്ല. PS5 ഒറ്റ ഔട്ടേ പോകുന്നുള്ളൂ. അത് HDMI ഔട്ട് TV അല്ലെങ്കിൽ മോണിറ്ററിലേക്കാണ് പോകുന്നത്. അതിൽ കൂടെ തന്നെയാണ് വിഷ്വലും ഓഡിയോയും പോകുന്നത്. മോണിറ്ററിൽ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു 3.5mm ജാക്ക് കാണും. മെജോറിറ്റി ഓഫ് മോണിറ്ററുകളിൽ അതുണ്ടാവും. ഓക്സ് കണക്ട് ചെയ്ത് സ്പീക്കറിലേക്ക് സൗണ്ട് എടുക്കുക. ഇനി TV-യിലേക്കാണെന്നുണ്ടെങ്കിൽ TV-യിൽ ഓൾറെഡി സൗണ്ട് ബാർ, ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ HDMI ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കുമല്ലോ. സൗണ്ട് TV തന്നെ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് എല്ലാത്തിലോട്ടും കൊടുത്തോളും. കൺട്രോളറിൽ ഒരു ജാക്ക് ഉണ്ട്. ഈ ജാക്ക് നമുക്ക് മെയിൻലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് കളിക്കാനാണ്. അതിൽ നിന്ന് നമ്മൾ ഓക്സ് കണക്ട് ചെയ്ത് ഓഡിയോ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ലേറ്റൻസി ഇഷ്യൂസ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. മറ്റേതായിരിക്കും നല്ലത്. TV ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ബ്രാൻഡും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വളർന്നിട്ടില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും എല്ലാ ഗെയിമുകൾ TV-കളിൽ ഞാൻ കളിച്ച എക്സ്പീരിയൻസ് എനിക്കുണ്ടാവണം. ഞാൻ ആ സ്റ്റേജിലൊന്നും എത്തിയില്ല. ബേസിക് ആയിട്ട് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു 4K TV, ഒരു 120 Hz, അതിനിപ്പോൾ മോണിറ്റർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ TV ആണെങ്കിലും, അതായത് മോണിറ്റർ ആയിരുന്നാലും ഈ പറഞ്ഞ പോലെ 4K 120 Hz ഒക്കെ വരുന്ന അത്യാവശ്യം ഒരു നല്ലതൊക്കെ ആണെങ്കിൽ ഒരു 25, 30, ആ ഒരു 20 മേലെ 30 അകത്ത് വരും. അതുപോലെ തന്നെ TV-യുടെ കേസിൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ മെയിനായിട്ട് TV-യുടെ കേസിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഇഞ്ചിൽ 4K TV-കളൊന്നും ഇല്ല. 4K എന്ന് പറയുന്ന പാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് TV-യുടെ കാര്യത്തിൽ 43 ഇഞ്ച് മുതലാണ്. 32 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേന് അത് ബേസിക്കലി ഫുൾ HD ആയിരിക്കും. മോണിറ്ററിന്റെ കേസിൽ ഞാൻ ഈ പറഞ്ഞത് 27 ഇഞ്ചാണ് വരുന്നത്. ഏകദേശം ഈ പ്രൈസ് റേഞ്ചിൽ മോണിറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് 27 ഇഞ്ചും മറിച്ച് TV ആണെങ്കിൽ 43 ഇഞ്ചും കിട്ടും. പക്ഷേ PC വീട്ടിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരൊരു മോണിറ്റർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ യൂസ് കേസ് ഈ പറയുന്ന PS5 മോണിറ്ററിൽ മാത്രമായിട്ട് ഒതുങ്ങും. മറിച്ച് നിങ്ങളൊരു TV ആണ് ആ സമയത്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഉപകരിക്കും. സിനിമ കാണാനും ഈ പറഞ്ഞ ഗെയിം കളിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അപ്പോൾ TV എടുക്കുമ്പോൾ മാക്സിമം ഇത് മാത്രം നോക്കുക. പിന്നെ ഓൾറെഡി വീട്ടിലെ TV 60 Hz ഉള്ളവർ ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും വലിയ തരത്തിൽ നിങ്ങൾ വെറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ പറയുന്ന കൺസോൾ നമുക്ക് HDMI കണക്റ്റബിൾ ആയിട്ടുള്ള മോണിറ്ററുകളിലും TV-യിലും ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് കളിക്കാം. അതിന് ഈ പറഞ്ഞ കണക്ക് 4K ആവണമെന്നുമില്ല, 120 Hz വേണമെന്നുമില്ല, സുഖമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. ഇത് മുഴുവനായിട്ട് നമ്മളെ ബാധിക്കത്തില്ല. നമ്മളെ എൻ്റെയർ അതിലുള്ള എല്ലാ ഗെയിമിലും നമ്മളെ അത് ബാധിക്കത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റോക്ക് സ്റ്റാറിന്റെ പേര് കേട്ട ഒരു ടൈറ്റിലുണ്ട്, 2018 ഇറങ്ങിയ RDR2 എന്ന് പറയുന്ന ഒരു ഗെയിം. അത് PS5 30 FPS വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഗെയിം നിങ്ങൾ ഇനി 4K 120 Hz ഇട്ട് കഴിഞ്ഞാലും 60 Hz ഉള്ള TV-യിലോ മോണിറ്ററിലോ ഇട്ട് കഴിഞ്ഞാലും ഒരേ ഡിഫറൻസ് ആയിരിക്കും. വരാനിരിക്കുന്ന GTA 6 PS5 റൺ ആവാൻ പോകുന്നത് മിക്കവാറും 30 FPS പെർഫോമൻസ് മോഡ് കാര്യങ്ങളിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും തട്ടി തടഞ്ഞ് കുറച്ചും കൂടെ മേലെ പിടിക്കാൻ പറ്റും. 60 അടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. PS5 Proനെ സംബന്ധിച്ച് അത് ഈ PSSR കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തട്ടി അടിച്ച് കയറ്റി 60 വരെ എത്തിക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ GTA 6 ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ 120 Hz കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലും അല്ല അതിന് 60 Hz കൊണ്ടിട്ട് കഴിഞ്ഞാലും അവിടെ ഡിഫറൻസ് ഒന്നും തിരിച്ചറിയാൻ പറ്റൂല. ഇനി ഇത് എവിടെയാ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫേസ്ഡ് ആയിട്ടുള്ള മോഷൻ ഗെയിംസുകൾ കളിക്കുമ്പോൾ Forza Horizon പോലുള്ള റേസിംഗ് ഗെയിമുകൾ അല്ലെങ്കിൽ Call of Duty പോലെ ഹൈ ഫേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അതുപോലെയാണ് എല്ലാ ഗെയിമിലും ഇത് വ്യാപിക്കത്തില്ല. ചില ഈ പറയുന്ന ഫാസ്റ്റ് ഫേസ്ഡ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ നോട്ടീസബിൾ ആവും. ഉള്ള TV-യിലൊക്കെ കണക്ട് ചെയ്ത് ധൈര്യമായിട്ട് കളിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഉള്ള കണക്ക് നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാം. ഞാൻ എന്തിന് ധൈര്യത്തോടെ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ വന്ന ഒരാളാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. ഫണ്ടുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് പോയി ഡിസ്ക് വെർഷൻ എടുക്കുക, പോയി ധൈര്യമായിട്ട് ഒരു OLED മോണിറ്ററോ അല്ലെങ്കിൽ പോയിട്ട് ഒരു TV ഒക്കെ എടുക്കുക. OLED TV ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മേലെ അതൊക്കെ എടുത്ത് വീട്ടിൽ വെച്ച് ചിമ്മിട്ടനായിരുന്നു കളിക്കുക, ഒന്നും അറിയണ്ട. കാരണം നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു കുതിരപ്പവനാണല്ലോ, ഈ സാധനത്തിലെല്ലാം ക്യാപ്പബിൾ ആണല്ലോ. അപ്പൊ പിന്നെ ഉള്ളതുപോലെ കളിക്കുക, പിന്നീട് അപ്പൊ കാര്യങ്ങൾ നടക്കും. നമ്മള് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് എടുത്താൽ മതിയല്ലോ.